വിശുദ്ധ വേദപുസ്തകത്തിൽ മാത്രമല്ല മുഴുവൻ ലോകത്തിലും എല്ലാവർക്കും നന്നായി അറിയാവുന്ന ഒരു സ്നേഹിതനാണ് ശമരിയക്കാരൻ എന്ന നല്ല സ്നേഹിതൻ. ആരാകുന്നു എൻ്റെ സ്നേഹിതൻ എന്ന ചോദ്യത്തിന്റെ മറുപടിക്ക് കാത്തുനിന്നവർക്ക് കേൾക്കെ കർത്താവ് കൊടുത്ത ഉപമയാണ് നല്ല ശമരിയക്കാരൻ. ഒരു മനുഷ്യൻ കള്ളന്മാരാൽ ഉപദ്രവിക്കപ്പെട്ട് കൊള്ളയടിക്കപ്പെട്ട് മുറിവേറ്റ് അർത്ഥപ്രാണനായി വഴിയരികിൽ കിടക്കുമ്പോൾ ഒരു പുരോഹിതനും ഒരു ലേവ്യനും ആ വഴി പാസ് ചെയ്തു പോയി. എങ്കിലും തിരിഞ്ഞു നോക്കിയില്ല, പരിഗണിച്ചില്ല. ശ്രദ്ധിക്കേണ്ടവർ ശ്രദ്ധിക്കാതെയും പരിഗണിക്കേണ്ടവർ പരിഗണിക്കാതെയും മൈൻഡ് ചെയ്യേണ്ടവർ മൈൻഡ് ചെയ്യാതെയും പോകുന്ന അനുഭവങ്ങൾ നമുക്ക് നല്ല പരിചിതമാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെ ഒരു ഇൻസിഡന്റ്, അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലും പരിഗണിക്കേണ്ടവർ പരിഗണിക്കാത്ത, സ്നേഹിക്കേണ്ടവർ സ്നേഹിക്കാത്ത നിങ്ങളുടെ അവസ്ഥ അറിഞ്ഞിട്ടും അന്വേഷിക്കേണ്ടവർ അന്വേഷിക്കാത്ത അനുഭവങ്ങളിലൂടെ പാസ് ചെയ്ത് പോകുന്ന ഒരനുഭവം നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാവാം. ഈ മുറിവേറ്റ് കിടക്കുന്നവന്റെ ആരുമല്ല ഈ സ്നേഹിതനായി കടന്നു വന്ന ഈ സഹോദര തുല്യം സ്നേഹിച്ച ശമരിയക്കാരൻ. നിനക്കാരുമല്ലാത്ത ആരിലൂടെയോ ഒരനുഗ്രഹം വരാൻ പോകുന്നുവെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. എന്നെ കേൾക്കുന്ന നിന്നോട് ആത്മാവ് ഇടപെടുക. നിനക്കാരുമല്ലാത്ത ആരിലൂടെയോ ഒരനുഗ്രഹം കർത്താവ് കൊണ്ടുവരുവാൻ പോകുന്നു. ഏലിയാവിന്റെ ആരായിരുന്നു കാക്ക? സറഫത്തിലെ വിധവയുടെ ആരായിരുന്നു ഏലിയാവ്? ഏലിയാവിന്റെ ബന്ധുവാണോ കാക്ക? ഏലിയാവിന്റെ രക്തമാണോ കാക്ക? ഏലിയാവിന്റെ കുടുംബമാണോ? ഏലിയാവിന്റെ അയൽവാസിയാണോ കാക്ക? ഏലിയാവിന്റെ ആരുമല്ല, പക്ഷെ ഏലിയാവിന് ഒരു അനുഗ്രഹമായിരുന്നു കാക്ക. സറഫത്തിലെ വിധവയുടെ സഹോദരനാണോ ഏലിയാവ്? അല്ല. ആ വ്യക്തിയുടെ ഹസ്ബൻഡിന്റെ അനുജനോ ജ്യേഷ്ഠനോ സ്വന്തം കുടുംബത്തിലെ ഏതെങ്കിലും ബന്ധുവോ ആരെങ്കിലുമാണോ? അല്ല. പിന്നെ ആരാണ് സാറാഫാത്തിലെ വിധവയ്ക്ക് ഏലിയാവ്? സാറാഫാത്തിലെ വിധവയ്ക്ക് അവളുടെ ജീവിതത്തിന്, അവളുടെ കുഞ്ഞിന് അനുഗ്രഹമായിരുന്നു ഏലിയാവ്. ഏലിയാവിന്റെ ആരുമല്ല കാക്ക, പക്ഷെ ഏലിയാവിന് അനുഗ്രഹമായിരുന്നു കാക്ക. സാറാഫാത്തിലെ വിധവയുടെ ആരുമല്ല ഏലിയാവ്, പക്ഷേ സാറാഫാത്തിലെ വിധവയ്ക്ക് ഒരനുഗ്രഹമായിരുന്നു ഏലിയാവ്. എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയട്ടെ, അന്യരും പരദേശികളുമായിരുന്ന ജാതികളായിരുന്ന നമുക്ക് യേശു ആരാണ്? യഹൂദന്മാരുടെ രാജാവ്, ഇസ്രായേലിന്റെ പരിപാലകൻ, ദാവീദിന്റെ ഗോത്രത്തിൽ ജനിച്ചവൻ, ജൂത മതസ്ഥൻ. അവരുമായി നമുക്കെന്ത് കാര്യം? സ്വന്തമായവരോ അവനെ കൈക്കൊള്ളാതെ വന്നപ്പോൾ അവൻ ജാതികളിലേക്ക് തിരിഞ്ഞു. അവൻ തിരിഞ്ഞ തിരിവ് നമ്മളുടെ ജീവിതത്തെ തന്നെ തിരിച്ചതാണ് ചരിത്രം. അതാണ് സുവിശേഷം. അവൻ അറിയിച്ച ദൈവരാജ്യം. ഇന്നെന്നെ കേൾക്കുന്ന ആരോടൊക്കെയോ ദൈവത്തിന്റെ ആത്മാവ് ഞാൻ പറയുന്നു, തിരിഞ്ഞു നോക്കേണ്ടവർ തിരിഞ്ഞു നോക്കാതിരിക്കുമ്പോൾ, പരിഗണിക്കേണ്ടവർ പരിഗണിക്കാതിരിക്കുമ്പോൾ, നിന്നെ ശ്രദ്ധിക്കേണ്ടവർ സ്നേഹിക്കേണ്ടവർ അന്വേഷിക്കേണ്ടവർ അത് ചെയ്യാതിരിക്കുമ്പോൾ, നിനക്കാരുമല്ലാത്ത ആരെയൊക്കെയോ ദൈവം ഒരുക്കാൻ പോവുകയാണ്. സാമ്പത്തികപരമായി സഹായിക്കുവാൻ, മാനസികപരമായും ശാരീരികപരമായും സന്തോഷിപ്പിക്കുവാൻ, നിന്റെ ജീവിതത്തിന് സ്വസ്ഥത നൽകുവാൻ, നിന്റെ ലൈഫിനെ ഉയർത്തുവാൻ, നിനക്കാരുമല്ലാത്ത ആരെയൊക്കെയോ നീയുമായി കണക്ട് ചെയ്യുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിന്റെ ബിസിനസ് മേഖലയിൽ, നിന്റെ ശുശ്രൂഷ മേഖലയിൽ, നിന്റെ തലമുറയോടുള്ള ബന്ധത്തിൽ, നിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ, നിന്റെ നാളെയോടുള്ള ആ ബന്ധത്തിൽ എൻ്റെ ദൈവം ചില കാര്യങ്ങൾക്ക് വേണ്ടി ചിലരെ ഒരുക്കുവാൻ പോകുകയാണ്. നീ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കേസ് സംബന്ധമായി, ആ പ്രോപ്പർട്ടിയുടെ ഇഷ്യൂ ഏതുമായി നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രതിസന്ധിയുടെ നടുവിൽ നിനക്കാരുമല്ലാത്ത ആരെയോ ഒരുക്കാൻ പോവുകയാണ്. നീ പറയും, എവിടെ നിന്നോ വന്നു, എവിടേക്കോ പോയി, എനിക്ക് ആ വന്ന ആളൊരനുഗ്രഹമായി. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ വചന വിശ്വാസയോഗ്യമെങ്കിൽ
നിങ്ങൾക്ക് കൈക്കൊള്ളുവാൻ എന്തേ അമാന്തം? ആ നല്ല ശമര്യക്കാരൻ മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യനെ ആരുമല്ല, പക്ഷേ ആ മുറിവേറ്റ മനുഷ്യനെ അരികിൽ ചെന്ന് കണ്ട് ആശ്വസിപ്പിച്ച് മുറിവുകളെ എണ്ണയും വീഞ്ഞും പകർന്ന് വെച്ച് കെട്ടി സ്വന്തം വാഹനത്തിൽ കയറ്റി രക്ഷിച്ചെടുത്ത ആ ശമര്യക്കാരൻ പോകുന്ന വഴി ഒരു വഴിയമ്പലത്തിൽ അവനെ ആക്കി. വഴിയമ്പലത്തിൽ വിട്ടേച്ച് പോകുമ്പോൾ ആ ശമര്യക്കാരൻ ചെയ്ത പ്രവൃത്തിയാണ് ദൈവം എന്നോട് നിങ്ങളെ അറിയിക്കാൻ പറഞ്ഞ ദൈവിക ആലോചന. 2 വെള്ളിക്കാശ് കൊടുത്തിട്ട് ആ ശമര്യക്കാരൻ പറഞ്ഞു, അധികം ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ നിനക്ക് തിരികെ തരാം എന്ന്. വഴിയമ്പലക്കാരനെ ആ നല്ല ശമര്യക്കാരൻ മുറിവേറ്റ മനുഷ്യനെ ഏൽപ്പിച്ചിട്ട് അയാളുടെ കാര്യങ്ങൾ നോക്കുവാൻ ചെലവിന് വേണ്ടുന്നത് കൊടുത്തിട്ട് ഒരു വാക്കുകൂടെ പറയുന്നു, അധികം ചെലവ് വന്നാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തരാം. അതെ, അതാണ് നിങ്ങളോടുള്ള ദൈവിക ആലോചനയും. അധികം ചെലവ് വരുമെന്ന് വിചാരിച്ചല്ലേ പലതും നീ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നത്. അധികം ചെലവ് വരുത്തരുത് എന്ന ആഗ്രഹം കൊണ്ടല്ലേ പലതും നീ വേണ്ടെന്ന് വെക്കുന്നത്. അധിക ചെലവാണ് എന്ന ചിന്തയല്ലേ നിന്നെ ഒരു പിശുക്കുള്ള വ്യക്തിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അധികം ചെലവ് വരും എന്ന് ഓർത്തിട്ടല്ലേ നീ പല കാര്യങ്ങളിലും പരിധികളും ലിമിറ്റേഷൻസും വെച്ചിരിക്കുന്നത്. അതുകൊണ്ടല്ലേ നീ പല ഇഷ്ടങ്ങളും വേണ്ടെന്ന് വെക്കുന്നത്. അതുകൊണ്ടല്ലേ പല സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും നീ മറക്കുന്നത്, മനപൂർവമായി നീ മറക്കുന്നത്. എന്നാൽ നിനക്കൊരു നല്ല ശമര്യക്കാരനെ പോലെ കർത്താവായ യേശു ക്രിസ്തു എന്ന ഒരു സ്നേഹിതനെ ആവശ്യമാണെന്ന് നീ അറിയുക. അവനോട് ചേർന്ന് നടക്കുന്ന നിനക്ക് അധികം ചെലവിന്റെ പേരിൽ അധികമൊന്നും മാറ്റിവെക്കേണ്ടി വരില്ല. നിന്റെ കാര്യങ്ങളെ സെറ്റിൽ ചെയ്യുവാൻ സർവശക്തനാകുന്ന ദൈവം അനുകൂലമായിരിക്കും. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായും തീർത്തു തരുമെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ബുദ്ധിമുട്ടിനെ പൂർണ്ണമായി മാറ്റാൻ കഴിയുന്ന യേശു ക്രിസ്തുവിന്റെ സ്വർഗീയ ഭണ്ഡാരത്തിൽ നിന്ന് നിനക്ക് നല്ല അനുഗ്രഹങ്ങളും ആ നന്മകളും ഇറങ്ങി വരേണ്ടതിന് ഞാൻ നിന്നെ നോക്കി ആത്മാവിൽ പ്രവചിക്കുന്നു. നിന്റെ അധിക ചെലവിന്റെ കണക്ക് പുസ്തകത്തെ ക്ലോസ് ചെയ്യുക. സർവശക്തന് നിനക്ക് നന്മ നൽകുവാൻ പദ്ധതിയുണ്ട്. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരികയാൽ എന്നെ കേൾക്കുന്ന നിന്നോട് ആത്മാവിൽ ഞാൻ ദൂത് പറയുന്നു. നിനക്ക് അധികം ചെലവ് വരുന്ന കാര്യത്തെ മടങ്ങി വരുന്ന നിന്റെ നല്ല സ്നേഹിതൻ ഡീൽ ചെയ്യുവാൻ പോവുകയാണ്. നിനക്കായി അങ്ങനെ ചില ബന്ധങ്ങളെ ദൈവം ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. നിന്നെ സെറ്റിൽ ചെയ്യുവാൻ, നിന്റെ സാമ്പത്തിക മേഖലകളെ അനുഗ്രഹിക്കുവാൻ എൻ്റെ ദൈവം നിന്റെ അരികിലേക്ക് ഇന്ന് ഈ വചനം വിശ്വസിക്കുന്നവരിലേക്ക് തന്നെ അവൻ ഇറങ്ങി വരികയാണ്. സർവശക്തനായ, സർവവ്യാപിയായ, സർവജ്ഞാനിയായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സിയോനിൽ നിന്ന് തൻ്റെ ജനമായ അവന്റെ മക്കളെ അനുഗ്രഹിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിനെ ആർക്ക് തടയാം? അതിനെ ആർക്ക് ബ്ലോക്ക് ചെയ്യാം? ആരാലും അത് സാധ്യമല്ല. ഒരുത്തനും അത് സാധ്യമല്ല. ആകയാൽ എന്നെ കേൾക്കുന്ന ചിലരോട് ഞാൻ ആത്മാവിൽ പറയുക, അധികം ചെലവ് വരുമെന്ന് പറഞ്ഞുകൊണ്ടല്ലേ നീ പലതും ഒഴിവാക്കുന്നത്. എന്നാൽ നീ ഒഴിവാക്കിയ പലതും നീ വീണ്ടും എടുത്ത് പൊടുതട്ടി എടുക്കാൻ സമയമായി. നിന്റെ പഠനമായിരിക്കാം, നിന്റെ വിദേശയാത്രയായിരിക്കാം, നിന്റെ ശുശ്രൂഷയിലുള്ള ദർശനമായിരിക്കാം, നീ ഒഴിവാക്കിയ ആ ഇഷ്ടങ്ങളായിരിക്കാം, നിന്റെ ഇഷ്ട ഭക്ഷണമായിരിക്കാം, ഇഷ്ട വസ്ത്രമായിരിക്കാം, നിന്റെ ഭൗതികമായ ചില ആവശ്യങ്ങളായിരിക്കാം, നീ ഒത്തിരി ആഗ്രഹിച്ച ആ വേണ്ടെന്ന് വെച്ച് മാറ്റി ഒഴിവാക്കിയ വാഹനമായിരിക്കാം, നീ പണിയാൻ ആഗ്രഹിച്ച വീടായിരിക്കാം. നീ എന്താണോ നീ ആ മാറ്റി വെച്ചത്, അധികം ചെലവ് വരുമെന്ന് ഓർത്തുകൊണ്ട് നീ ഒഴിവാക്കി വെച്ചിരിക്കുന്നത്
വിളിച്ചിരിക്കുന്നത്. ആ ഫയൽ എൻ്റെ കർത്താവ് ഏറ്റെടുക്കുവാൻ പോകുകയാണ്. നിനക്ക് അധികം ഭാരമുള്ള ആ വിഷയത്തെ ഇന്ന് അവന്റെ സന്നിധിയിൽ സമർപ്പിച്ചോ. അവൻ നിന്നെ പുലർത്താൻ പോകുക. ഇന്ന് അവൻ നിന്നെ പുലർത്താൻ പോകുക. അധികം ചെലവ് വരുന്നത് ഡീൽ ചെയ്യുവാൻ ശമരിയക്കാരൻ നിന്റെ മേൽ കനിയുവാൻ പോകുക. അവൻ തൻ്റെ വാഹനത്തിൽ ഇരിക്കാതെ താഴേക്ക് ഇറങ്ങി മുറിവെറ്റ് കിടക്കുന്ന, വേദനപ്പെട്ടിരിക്കുന്ന, ആ തടയപ്പെട്ടിരിക്കുന്ന നിന്റെ അടുക്കൽ വന്ന് ആരും തിരിഞ്ഞു നോക്കാത്ത നിന്നെ തിരിഞ്ഞു നോക്കി, ആരും സഹായിക്കാത്ത നിന്നെ സഹായിച്ച്, ആരും മുറിവ് വെച്ച് കെട്ടാത്ത നിന്റെ മുറിവുകളെ വെച്ച് കെട്ടി, ആരും ആശ്വസിപ്പിക്കാത്ത നിന്നെ ആശ്വസിപ്പിച്ച് രക്ഷിക്കുവാൻ ആ രക്ഷകനാകുന്ന യേശു നിന്റെ അരികിലേക്ക് കടന്നു വരികയാണ്. അവന്റെ സാന്നിധ്യം വരുമ്പോൾ തന്നെ വിടുതലുകൾ സംഭവിക്കുന്നു. അവന്റെ സാന്നിധ്യം വരുമ്പോൾ തന്നെ മുറിവുകൾ ഉണങ്ങുന്നു. അവന്റെ സാന്നിധ്യത്താൽ നിന്റെ ജീവിതം സമ്പൂർണ്ണമാകുന്നു, തൃപ്തികരമാകുന്നു, പ്രസാദകരമാകുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന നിന്നോട് ഞാൻ പറയുക, ആ അധികം ചെലവ് നല്ല ശമരിയക്കാരൻ ഏറ്റെടുക്കുകയാണ്. നിന്റെ കയ്യിൽ, നിന്റെ ബാങ്കിൽ, നിന്റെ അക്കൗണ്ടിൽ 0 ബാലൻസ് ആയിക്കോട്ടെ, ചുവടുകൾ ധൈര്യത്തോടെ വെച്ചോ. എന്റെ ദൈവം നിനക്ക് വേണ്ടി, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അതിശയങ്ങൾ പ്രവർത്തിക്കാൻ പോവുകയാണ്. നിനക്കെല്ലാം നന്മയും ഉണ്ടാവട്ടെ. ഈ വചനത്താൽ കർത്താവിന്റെ ആത്മാവ് നിങ്ങളെ ആശീർവദിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യട്ടെ. ഈ വചനത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. May God bless you and I bless you in Jesus' mighty